കിട്ടിയ വലിയ വാർത്തയിലേക്കാണ്. കെ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി സുധാകരനുമായി ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. തിങ്കളാഴ്ചയാണ് ആ കൂടിക്കാഴ്ച. അനുനയിപ്പിക്കാൻ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. അർജുൻ കല്യാണ വിവരങ്ങളുമായി. അർജുൻ, ദില്ലിയിൽ നിന്നും പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് എത്തിയതായിരുന്നു കെ സുധാകരൻ. ഇപ്പോൾ ദില്ലിക്ക് മടക്കി വിളിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്നുള്ള വിവരം എന്താണ് അറിയാനാവുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും കെ സുധാകരനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെയാണ് കെ സുധാകരൻ ഡൽഹിയിൽ നിന്നും പാർലമെന്റ് സമ്മേളനം ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ട് കണ്ണൂരിലേക്ക് എത്തിയത്. എന്നാൽ സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് കെ സുധാകരന് കണ്ണൂരിൽ പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയതെന്നാണ്. പക്ഷേ ഇപ്പോഴും കെ സുധാകരൻ കണ്ണൂരിലെ നടാലിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. മറ്റ് പരിപാടികളിലേക്കൊന്നും തന്നെ കെ സുധാകരൻ പോയിട്ടില്ല. പക്ഷേ ആ ഘട്ടത്തിലാണ് ഇത്തരം വലിയ അസംതൃപ്തിയുടെയും അമർഷത്തിൻ്റെയും ഒക്കെ വാർത്തകൾ വരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന അമർഷവും അസംതൃപ്തിയും ഒക്കെ ഒരു അനുനയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതിനുവേണ്ടി തന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കുകയും തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് വന്ന് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം എന്നുള്ള കാര്യം അദ്ദേഹത്തോട് അറിയിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും. ഡൽഹിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്തിമമായിട്ടുള്ള ചർച്ചകൾ, സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം ഡൽഹിയിൽ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുവരെയും ഒരുപക്ഷെ സുധാകരൻ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പൊതു വേദികളിലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പ്രതികരണങ്ങൾക്ക് തയ്യാറാവില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും സുധാകരൻ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഈ പറയുന്ന രീതിയിൽ 2 ദിവസം കൂടി അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഒരു മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറാതെ അദ്ദേഹം വളരെ ശാന്തരായി നിൽക്കും. അതിനുശേഷം ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായും ഹൈക്കമാൻഡുമായും സംസാരിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം ഇനിയൊരു പൊതു പ്രതികരണത്തിന് തയ്യാറാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. എന്തായാലും സുധാകരൻ കടുത്ത അസംതൃപ്തിയിലാണ്, അമർഷത്തിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തിങ്കളാഴ്ച അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും. ഡൽഹിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാകുക. അതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള മേൽനോട്ടവും രാഹുൽ ഗാന്ധി പ്രത്യേകമായ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചയും സംഭാഷണവും ഒക്കെ അന്ന് നടക്കുകയും ചെയ്യും. അന്ന് അനുനയിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മറ്റ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും അതിനുവേണ്ടി തന്നെ സുധാകരനെ തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും. അനുനയിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യം തന്നെ സുധാകരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത് നിൽക്കുന്നവരൊക്കെ പറയുന്നത് ഇത് ഈ പറയുന്ന രീതിയിൽ സുധാകരനെ അനുനയിപ്പിച്ച അല്ലെങ്കിൽ സുധാകരനെ മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറാവാതെ കണ്ണൂർ സീറ്റ് നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു ശുഭപ്രതീക്ഷയാണ് സുധാകരനുമായി അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പങ്കുവെക്കുന്നത്. അർജുൻ, അപ്പോൾ അനുനയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതല്ലേ ദില്ലിയിലേക്ക് രാഹുൽ ഗാന്ധി വിളിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് എംപിമാർക്ക് ഇത്തവണ സീറ്റില്ല എന്ന കാര്യം വിശദീകരിക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതോടൊപ്പം തന്നെ അർജുൻ, ഇപ്പോൾ സുധാകരന് പ്രത്യേകമായി ചില ഉറപ്പുകൾ ലഭിച്ചിരുന്നു എന്നാണ് സുധാകരൻ പറയുന്നത്. ആ കാര്യം കൂടി ഉറപ്പായിട്ടും ആ കൂടിക്കാഴ്ചയിൽ, രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സുധാകരൻ പറയില്ലേ? സ്മൃതി, തീർച്ചയായിട്ടും സുധാകരനുമായി അടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയിപ്പിച്ച് സുധാകരനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു തരത്തിലേക്കല്ല. കൃത്യമായ രീതിയിൽ സുധാകരൻ ഈ കാര്യം, അതായത് കണ്ണൂർ സീറ്റിൽ താൻ മത്സരിക്കണം അല്ലെങ്കിൽ തൻ്റെ താല്പര്യം എന്താണ് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയെ നേരിട്ട് അറിയിക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന രീതിയിൽ തന്നെയാണ് സുധാകരൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് ഈ കാര്യം, കണ്ണൂർ സീറ്റിൽ താൻ മത്സരിക്കണം, തന്നെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യം അറിയിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറ്റാനുള്ള ഒരു ശ്രമമായി ഇതിനെ കാണുന്നില്ല എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ പറയുന്നത്. അതായത് സുധാകരനുമായി അടുത്ത് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത്. എന്തായാലും ഞാൻ നോബൽ മാരിക്കാലിലേക്ക് കൂടി പോകുന്നു. അർജുൻ, നോബൽ, ഇപ്പോൾ ദില്ലിയിൽ നിന്ന് കെ സുധാകരൻ തിരിച്ച് നാട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. ഇപ്പോൾ തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്നുള്ള വിവരമാണ്. രാഹുൽ ഗാന്ധി സുധാകരനെ ഫോണിൽ വിളിച്ചു എന്നുള്ള വിവരം കൂടി നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അനുനയിപ്പിച്ച് എംപിമാർക്ക് സീറ്റില്ല എന്നുള്ള കാര്യം പറയുകയാണോ, അതോ സുധാകരന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് വഴങ്ങുമോ? എന്താണ് ലഭിക്കുന്ന സൂചന, നോബൽ?
സ്മൃതി, കെ സുധാകരനെ അനുനയിപ്പിക്കാൻ നിൽക്കുന്നതിനാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമാണ് തിങ്കളാഴ്ച അടിയന്തരമായി ദില്ലിക്ക് വരാനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കെ സുധാകരുമായി സംസാരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എംപിമാരിൽ ഒരാൾക്ക് ഇളവ് നൽകിക്കഴിഞ്ഞാൽ ബാക്കി പല എംപിമാർക്കും അത്തരത്തിൽ ഇളവ് നൽകേണ്ട സാഹചര്യമില്ല. പ്രത്യേകിച്ച് കെ സുധാകരൻ മാത്രമല്ല, അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകൾ, അടൂർ പ്രകാശ്, എം കെ രാഘവൻ അടക്കമുള്ള എംപിമാർ മത്സരിക്കുന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. സ്വാഭാവികമായി കെ സുധാകരൻ ഇളവ് നൽകിക്കഴിഞ്ഞാൽ മറ്റ് എംപിമാർക്ക് കൂടി അത്തരത്തിൽ ഇളവ് നൽകേണ്ട സാഹചര്യം ഉണ്ടാകും. അത് വലിയ പ്രതിസന്ധി പാർട്ടിക്ക് അകത്തുണ്ടാക്കും. മാത്രമല്ല പല സീറ്റുകൾ, ഒന്നിലധികം സീറ്റുകളിലൊക്കെ ലോക്സഭയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ഒരു പൊതുവികാരം എതിരാക്കുമ്പോൾ സംശയം ഹൈക്കമാൻഡിനുണ്ട്. ആ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും കെ സുധാകരനുമായി കാര്യങ്ങൾ സംസാരിച്ച് കൃത്യമായി തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ നീക്കുന്നതിനാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ പല ഓഫറുകൾ അദ്ദേഹം നൽകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹം പറയുന്ന ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാം, അത്തരത്തിൽ നിലപാടൊക്കെ പറയാനുള്ള സാധ്യത എന്താണെങ്കിലും ഉണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അറിയാൻ കഴിയുന്നത് തിങ്കളാഴ്ച എന്താണെങ്കിലും വിശദമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കും എന്നുള്ളതാണ്. കാരണം ഇതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വെച്ച് രാഹുൽ ഗാന്ധി കെ സുധാകരനുമായി സംസാരിക്കുകയും നിലവിലത്തെ സ്ഥിതിഗതികൾ കൃത്യമായി തന്നെ പ്രത്യേകിച്ച് എംപിമാർ മത്സരിച്ചാൽ ഉണ്ടാകുന്ന മറ്റ് പ്രതിസന്ധികളടക്കം ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ പേര് വേണം എന്ന നിലപാടിൽ ഉറച്ചു നിന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടായത്. നിലവിലത്തെ സാഹചര്യത്തിൽ തിങ്കളാഴ്ചയായിരിക്കും നിർണായക ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി നേരിട്ട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ കെ സുധാകരൻ അത്തരത്തിൽ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൃത്യമായി തന്നെ അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇപ്പോഴത്തെ ഒരു തീരുമാനത്തിലേക്ക്, ഇത്തരത്തിൽ എംപിമാർ മത്സരിക്കേണ്ടതില്ല തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം ഹൈക്കമാൻഡ് നടത്തും. അതിന്റെ ഭാഗമാണ് നേരിട്ട് രാഹുൽ ഗാന്ധി ഫോണിൽ വിളിക്കുകയും പിന്നീട് തിങ്കളാഴ്ച നേരിട്ട് ചർച്ച നടത്താമെന്ന നിർദ്ദേശം ഇപ്പോൾ അറിയിക്കുകയും. ശരി, നോബൽ അർജുൻ കല്യാണം, നോബൽ മാരിക്കാരനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.